അപ്പൊ ഏറ്റവും ആദ്യം നമ്മൾ ഇടുക്കി ഡാം അല്ലെങ്കിൽ അണക്കെട്ട് അതിനെ പറ്റി വരാൻ പോകുന്ന 10 ചോദ്യോത്തരങ്ങളെ പറ്റിയാണ് സംസാരിക്കാൻ പോകുന്നത്. അപ്പോൾ നമുക്ക് ഇന്നത്തെ ചോദ്യോത്തര ക്ലാസ് തുടങ്ങാം. നമ്മുടെ ആദ്യത്തെ ചോദ്യം, ഇടുക്കി ഡാം സ്ഥിതി ചെയ്യുന്ന നദി. അപ്പോൾ ഇടുക്കി ഡാം എവിടെയാണ് സ്ഥിതി ചെയ്യുന്നതാണ് ചോദിക്കുന്നത്. എവിടെയാണ് കറക്റ്റ് ആയിട്ട്? അപ്പോൾ ഒന്ന് ആലോചിക്കൂ. നിങ്ങൾക്ക് ആലോചിക്കാൻ 5 സെക്കൻഡ് തരുന്നുണ്ട്. അപ്പോൾ നമ്മുടെ ഉത്തരമാണ് പെരിയാർ നദി. അപ്പോൾ ഇടുക്കി ഡാം സ്ഥിതി ചെയ്യുന്നത് പെരിയാർ നദിയിലാണ്. ചോദ്യം 2, ഏഷ്യയിലെ ആദ്യത്തെ ആർച്ച് ഡാം. എന്താണ് ചോദ്യം? ഏഷ്യയിലെ ആദ്യത്തെ ആർച്ച് ഡാം ഏതാണെന്നാണ് ചോദിക്കുന്നത്. ഉത്തരം 5 സെക്കൻഡിനുള്ളിൽ അറിയാം. നിങ്ങളും ആലോചിക്കൂ. ഉത്തരം അറിയാമെങ്കിൽ കമന്റ് ചെയ്യുക. നമ്മുടെ ഉത്തരമാണ് ഇടുക്കി. നമ്മൾ എല്ലാവരും അഭിമാനിക്കണം. എന്തുകൊണ്ട്? ഏഷ്യയിലെ തന്നെ ഏറ്റവും ആദ്യത്തെ ആർച്ച് ഡാം നമ്മുടെ കേരളത്തിലെ ചെറിയ ജില്ലയായ ഇടുക്കിയിലാണ്. ചോദ്യം 3, ഏഷ്യയിലെ ഏറ്റവും വലിയ ആർച്ച് ഡാം. ചോദ്യം ഒന്നുകൂടി ശ്രദ്ധിക്കണം. ഏഷ്യയിലെ തന്നെ ഏറ്റവും വലിയ ആർച്ച് ഡാം ഏതാണെന്ന ചോദ്യം. ഉത്തരം ഇടുക്കി. അപ്പോൾ ഏഷ്യയിലെ തന്നെ ഏറ്റവും വലിയ ആർച്ച് ഡാം എവിടെ? ഇടുക്കിയിലാണ് സ്ഥിതി ചെയ്യുന്നത്. ചോദ്യം 4, ഇടുക്കി ഡാം നിർമ്മിച്ചിരിക്കുന്നത്. ഈ ചോദ്യം ഇങ്ങനെയും വരാം. ഇടുക്കി ഡാം എവിടെയാണ് സ്ഥിതി ചെയ്യുന്നത്? അപ്പൊ ആ സ്ഥലം, ആ ലൊക്കേഷനെ പറ്റിയാണ്. അപ്പോൾ കൂട്ടുകാരെ ചിന്തിക്കൂ. നിങ്ങളുടെ സമയം തുടങ്ങി. ഉത്തരം കുറുവൻ കുറിഞ്ഞി മലകൾക്കിടയിൽ. കുറുവനും കുറിഞ്ഞി മലകൾക്കിടയിലാണ് ഇടുക്കി ഡാം സ്ഥിതി ചെയ്യുന്നത്. ചോദ്യം 5, ഇടുക്കി ഡാമിന്റെ നിർമ്മാണത്തിൽ സഹകരിച്ച വിദേശ രാജ്യം. ചോദ്യം ഇങ്ങനെയും വരാം. ഏത് വിദേശ രാജ്യമാണ് സഹകരിച്ചത് ഇടുക്കി ഡാം നിർമ്മിക്കാൻ? നിങ്ങളുടെ സമയം ഇപ്പോൾ തുടങ്ങുന്നു. അപ്പോൾ ഇതിന്റെ ഉത്തരമാണ് കാനഡ. അപ്പോൾ കാനഡയാണ് ഇടുക്കി ഡാം നിർമ്മിക്കാൻ സഹായിച്ച വിദേശി രാജ്യം. ചോദ്യം 6, ഇടുക്കി ഡാമിന്റെ നിർമ്മാണത്തിനുള്ള സ്ഥലം നിർദ്ദേശിച്ച ആദിവാസി നേതാവ്. ചോദ്യം മിക്കവാറും ഇങ്ങനെയും ചോദിക്കാം. ഏത് ആദിവാസി നേതാവാണ് ഇടുക്കി ഡാം നിർമ്മിക്കാനുള്ള സ്ഥലം കണ്ടെത്തിയത്? അപ്പോൾ ഉത്തരമാണ് കോലൂബൻ മൂപ്പൻ. കോലൂബൻ മൂപ്പൻ എന്ന ആദിവാസി നേതാവാണ് ഇടുക്കി ഡാം നിർമ്മിക്കാനുള്ള സ്ഥലം കണ്ടെത്തിയത്. ചോദ്യം 7, ഇടുക്കി ഡാം നിർമ്മാണം ആരംഭിച്ച വർഷം. അപ്പോൾ ചോദ്യം ഇതാണ്. ഏത് വർഷത്തിലാണ് ഇടുക്കി ഡാം നിർമ്മിക്കാൻ തുടങ്ങിയതെന്ന് ആലോചിച്ച് കമന്റ് ചെയ്യൂ. നിങ്ങൾക്ക് 5 സെക്കൻഡ് ഉണ്ട്. ഉത്തരമാണ് 1969 ഏപ്രിൽ 30. അപ്പോൾ 30 ഏപ്രിൽ 1969 ആണ് ഇടുക്കി ഡാം നിർമ്മാണം തുടങ്ങിയത്. ചോദ്യം 8, ഇടുക്കി ഡാമിന്റെ പ്രവർത്തനം ഉദ്ഘാടനം ചെയ്ത വ്യക്തി. ചോദ്യം ഇങ്ങനെയും ചോദിക്കാം. ഏത് വ്യക്തിയാണ് ഇടുക്കി ഡാം പ്രവർത്തനം ഉദ്ഘാടനം ചെയ്തത്? അപ്പോൾ നിങ്ങളുടെ സമയം ഇപ്പോൾ തുടങ്ങുന്നു. ഉത്തരം ഇന്ദിരാഗാന്ധി. 1976. അതായത് 1976 പ്രധാനമന്ത്രി ആയിരുന്ന ശ്രീമതി ഇന്ദിരാഗാന്ധി ആണ് ഇടുക്കി ഡാമിന്റെ പ്രവർത്തനം ഉദ്ഘാടനം ചെയ്തത്. ചോദ്യം 9, ഇടുക്കി ഡാമിന്റെ ഭൂഗർഭ പവർ സ്റ്റേഷൻ സ്ഥാപിച്ചിരിക്കുന്ന സ്ഥലം. അപ്പോൾ ചോദ്യം ഇങ്ങനെയും ചോദിക്കാം. എവിടെയാണ് ഭൂഗർഭ പവർ സ്റ്റേഷൻ ഇടുക്കിയുടെ സ്ഥാപിച്ചത്? ഉത്തരം നിങ്ങൾക്ക് അറിയാമെങ്കിൽ പ്ലീസ് കമന്റ് ചെയ്യൂ. അപ്പോൾ ഉത്തരമാണ് മൂലമറ്റം. അപ്പോൾ ഇടുക്കി ഡാമിന്റെ ഭൂഗർഭ പവർ സ്റ്റേഷൻ മൂലമറ്റത്ത് ആണ് സ്ഥിതി ചെയ്യുന്നത്. നമ്മുടെ 10ാമത്തെ ചോദ്യം, ഇടുക്കി പവർ സ്റ്റേഷന്റെ സ്ഥാപക ശേഷി. അപ്പോൾ ഇടുക്കി പവർ സ്റ്റേഷന്റെ കപ്പാസിറ്റി ആണ് ചോദിച്ചിരിക്കുന്നത്.
ഉത്തരമാണ് 780 മെഗാവാട്ട്. 780 മെഗാവാട്ട് ആണ് ഇടുക്കി ഡാമിന്റെ പവർ സ്റ്റേഷന്റെ കപ്പാസിറ്റി. ഈ 10 ചോദ്യോത്തരങ്ങൾ നിങ്ങൾ കാണാപ്പാഠം പഠിച്ചിട്ടുണ്ടാവുമെന്ന് വിശ്വസിച്ചുകൊണ്ട് വീഡിയോ നിർത്തുന്നു. താങ്ക്സ്. ഹാവ് എ ഗുഡ് ഡേ. സീ യു അഗെയിൻ.